നിങ്ങളുടെ മലബാർ ഏരിയയിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ? ഇപ്പം നോമ്പൊക്കെ അല്ലേ? തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് മുട്ട വെച്ചിട്ടുള്ള സ്പെഷ്യൽ വെച്ചിട്ട് അയ്യര് കളിയല്ലേ അവിടെ? ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്ന എന്തൊക്കെയാ? മുട്ടമാല, മുട്ട സുർക്ക, പിന്നെ മുട്ട ബജ്ജി, പിന്നെ മുട്ട വരിഞ്ഞ് പൊരിച്ചത്. മുട്ട വരഞ്ഞ് പൊരിച്ചത്. അതിന് മസാല ഇട്ടിട്ട് ഇങ്ങനെ പൊരിക്കാം. പറയല്ലേ നോമ്പായിട്ട്. അങ്ങനെ ഷാബി ഒന്നും പറയണ്ട. ചേരപ്പള്ളി മേഖലയിൽ മുട്ട വെച്ച് വേറെ സംഭവം ഉണ്ട്. അങ്ങനെ ഇനി ഇവിടെ ചോദിക്കട്ടെ, ഷിയാസ് എല്ലാം നോമ്പെടുത്തോ? എല്ലാം നോമ്പെടുത്തു. എന്താ ഉമ്മയുടെ സ്പെഷ്യൽ മുട്ട വെച്ചിട്ട്? മുട്ട വെച്ചിട്ട് ഷിയാസിനെ എറിയും. പൊരിച്ചു വെച്ചാണ് സാധനമൊക്കെ എടുത്ത് മുട്ട വെച്ചിട്ട് ഇത് തന്നെ മുട്ടമാല ഉണ്ടാക്കും. പിഷാരിക്ക് മുട്ട വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? മുട്ട വെച്ച് അട വെച്ച് കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കാൻ അറിയാം. ഈ തീറ്റക്കാര്യം മാത്രമല്ല, എന്ത് രസമാണെന്നറിയാമോ? ഞാനൊരു കോഴിയെ മേടിച്ചിട്ട് അതിനെ മുട്ട ഇടിച്ച് നമ്മൾ അട വെക്കും. ഞാനൊരു കോഴിയാന്ന് പറയുന്നു. അല്ല അട വെച്ച് വിരിയിച്ചിട്ട് 10-21 ദിവസം കഴിയുമ്പം ചിറകിന്റെ അടിയിൽ നിന്ന് ആദ്യം ഒരു പുള്ളി തലവെളിയിലേക്ക് ഇടും, അകത്തോട്ട് പോവും. പിന്നെ ഇവര് ഫാമിലി ആയിട്ട് 12 കുഞ്ഞും തള്ളയും 2 എണ്ണത്തിന് എറിയൻ എന്ന് പറഞ്ഞൊരു പക്ഷി വന്ന് കൊണ്ടുപോകും. പിന്നെ രസമല്ലേ? അടിപൊളിയാ കേട്ടാ. ലോക്ക്ഡൌൺ ആയിട്ടൊക്കെ എന്തെല്ലാം സെറ്റപ്പുകളാണെന്ന് അറിയാമോ? നമുക്കത് അറിയില്ലായിരുന്നു. ഒന്ന് പറഞ്ഞു തന്നിട്ടേ കൊള്ളായിരുന്നു. കോഴിമുട്ട വിരിയിക്കാത്ത ഒരാള്. ഈ മുട്ട നമ്മളെ ശരിക്കും ഒരു കോഴിയുടെ ചൂട് കിട്ടാവുന്ന അത്രയും മുട്ടയല്ലേ വെക്കുള്ളൂ. ചില ആൾ അഹങ്കാരം കൊണ്ട് കൊതി കൊണ്ട് 10-21 മുട്ടയൊക്കെ വെക്കും. ഒരു 5 ചീമുട്ടയായി പോകും ചൂട് കിട്ടാതെ. മുട്ട കമത്തിയും തിരിച്ചു നോക്കിയിട്ട് രസമാ. പിന്നെ രസമാണ് ഈ തള്ളക്കോഴിയെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെറിയ അരമതിൽ ചാടും, അല്ല അരമതിൽ കേറും. കുറെ കുഞ്ഞുങ്ങൾ കേറും, ഒരെണ്ണം കേറാൻ പറ്റാണ്ട് ഇപ്പുറത്തിരിക്കും. എന്നിട്ട് ഈ തള്ളക്കോഴിയുടെ ഒരു ധർമ്മസങ്കടം ഉണ്ട്. ഇവിടെ നിൽക്കുന്ന 6 എണ്ണത്തിനെ നോക്കണോ, താഴെ നിൽക്കുന്നതിനെ മേളിൽ കയറ്റണോ എന്നൊക്കെ പറഞ്ഞ് വലിയ സങ്കടമാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങളെയും വിരിയിക്കാൻ മുട്ട കൊണ്ട്. മുട്ടമാല മുട്ട സുർക്ക മാത്രമല്ല കേട്ടോ ഷിയാസേ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ള പറഞ്ഞുതരാം. ഈ പൊന്മുട്ട പൊട്ടിക്കുന്ന കോഴികൾ എങ്ങനെ കളിക്കണമെന്നുള്ള പറഞ്ഞുതരാം. നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു ഹാമർ ഉണ്ട്, ഒരു ചുറ്റികയുണ്ട്. ജസ്റ്റ് കൈ ഇങ്ങനെ ബാക്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും ആദ്യം ഈ സ്വർണ്ണ മുട്ട പൊട്ടിക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. സ്റ്റാർട്ട് ചെയ്യാം. തലക്കകത്ത് കളിമണ്ണാണ് എന്റെ പിടി ഇങ്ങനെ താഴേക്ക് ഇറക്കി വെക്കാൻ പറ്റും. അല്ല കുറച്ച് കഴിയുമ്പോ തിരിച്ചും പറയും. കുറച്ച് കഴിയുമ്പോ തിരിച്ചും സാധനം ഓടിയാന്ന് നോക്കിയാൽ. അപ്പോ ഇപ്പൊ മനസ്സിലാക്കാം ആരാ കൂടുതൽ കോഴി എന്നുള്ളത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ടീം മെമ്പേഴ്സിന് ആർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗെയിം കളിക്കാം. ഓക്കെ, സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വലിച്ചടി വലിച്ചടിക്കാൻ പറയാം. ബാക്കിലേക്ക് ബാക്കിറങ്ങി ബാക്കി അങ്ങനെ അങ്ങനെ. ഷാഫി ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഷാഫിക്കൊപ്പം ലീഡ് ചെയ്തോണ്ടിരിക്കുക. അയ്യോ മൊത്തം ഓടിക്കുകയാണല്ലോ. ഒരെണ്ണം കൂടിയല്ലോ ഷാഫിക്ക. ഗുഡ് ജോബ്, ഷാഫിക്ക ലീഡ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഷിയാസ് എല്ലാം താഴെ ഇട്ടിട്ടാണ് പൊട്ടിച്ചിട്ടുള്ളത് അല്ലേ? അവിടെ ഒരെണ്ണം പൊട്ടി. ഓക്കെ, ശരിക്കും ഷിയാസ് ഒരെണ്ണമാണ് പൊട്ടിച്ചിട്ടുള്ളത്. ആൻഡ് ഷാഫിക്ക ആണെങ്കിൽ 3 എണ്ണം ഇവിടെ പൊട്ടിച്ചു, 2 എണ്ണം താഴെ പോയിരിക്കുകയാണ്. സോ ഇതിന് ആരാ കൂടുതൽ കോഴി? ഷാഫിക്ക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൗണ്ടില് നമ്മുടെ ബിൻചന്റെ ടീം ലീഡ് ചെയ്തോണ്ടിരിക്കണേ. ഷാഫിക്കയാണ് 1 പോയിന്റ് ഇങ്ങോട്ട് തന്നിട്ടുള്ളത്. സോ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുമ്പോ ഇവിടുന്ന് അഭിരാമയുണ്ട്. അവിടെ ആരായിരുന്നു? ജസീല. ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ട് ഡൗൺ പ്ലീസ്. അതെന്താ പൊട്ടാത്ത? അവിടെ കാണാം കേട്ടോ, അവിടെ കാണാം ലക്ഷ്മി, അവിടെ കാണാം കാണാം.
അവിടെ കാണാം നെൽസൺ, അവിടെ കാണാം കേട്ടോ. കാണാം, കറക്റ്റ് അവിടെ കാണാം. കാണാം. ഓടാവേ കണ്ടടിക്കുന്നത്. ആ പിന്നെ അത് കാണാനും പാടില്ല. ഏയ്. അത് കൂട്ടില്ലേട്ടാ. അബ്രാമി കൈ എടുത്തിട്ട് ജസ്റ്റ് ഇതുമ്മ മാത്രം പിടിക്കൂ. യെസ്, ഓക്കെ. മതി 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 മതി. വെരി ഗുഡ്. ഇവിടെ എന്താണ് ചെയ്തത് ജസീല, ഒന്ന് പറഞ്ഞു തന്നാ കൊള്ളാം. അടിപൊളി. ആ ഒരൊറ്റ മുട്ടയിലും കൊണ്ടാ 150 അടി അടിച്ചു. അവിടെ ആ ഫസ്റ്റ്. ആ ജെസ്സിയിലേക്ക് മലയാളം അറിയാത്തോണ്ടാ. ശരി. കാരണം ഇത് മലയാളം മുട്ടയാണല്ലോ. മലയാളം മുട്ടയാ. മലയാളം മുട്ട. നേപ്പാളി കോഴി ആയിരുന്നെങ്കിൽ നോക്കായിരുന്നു. ഓക്കെ, ഗുഡ് പ്ലേ. വെരി ഗുഡ്. നന്നായിട്ട് കളിച്ചു കേട്ടോ. ഗുഡ് ജോബ്. ഇനി വന്നിട്ടുള്ളത് നമ്മുടെ തങ്കുവും അതുപോലെ തന്നെ അനുവാണ്. ഇതിൽ ആരായിരിക്കും ജയിക്കുക? പിഷു, എനി ഗസ്? തങ്കു. തങ്കു അനു, ഇതിൽ ആരാ ജയിക്കുക? നിങ്ങൾ കൈ പൊന്തിച്ചാ മതി. ആരാ ജയിക്കുന്ന സ്വയം തോന്നണേ? ഞാൻ പറയുന്ന അനു ജയിക്കുന്നു. അനു ജയിക്കുന്നത്. ആര് ജയിക്കും? എന്റെ കൊച്ചിനെ പറ്റി എനിക്ക് ഒരു പ്രതീക്ഷയില്ല. നമ്മൾ ചില വീട്ടിൽ ചില മൂത്ത പിള്ളേരൊക്കെ തല തെറിച്ചു പോകില്ല. ഞാൻ അതായിട്ടാ കൂട്ടിയിട്ടുള്ളൂ. വരുവാണേ വരട്ടെ, പോവാണേ പോട്ടെ. തലതെറിച്ചു പോയ ചേട്ടന്റെ മോള്. ശരി, ഓക്കെ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. നോക്കി അടിക്കണം. അടിച്ച് വെയിറ്റ് കൊടുക്കണി. വെയിറ്റ് കൊടുക്കണം. കറങ്ങി അടിച്ചോ. അയ്യോ, കൈ മാറ്റി വെക്കണേ. തങ്കച്ചൻ വിരല് വെച്ച് ചെറിയൊരു പരിപാടി. വിരല് വെച്ചോണ്ട് ഹാസ്യം. കഥ ഇങ്ങനെ 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 കള്ള വിരല് വെച്ചിട്ട് ചെറിയൊരു ഹാസ്യം. സമയങ്ങളെ അടിക്കല. അങ്ങനെ അടി, അങ്ങനെ അടി. ഓ, അടി അടി. മാറി മാറി അടിയടാ. തങ്കു നോക്കണ്ട്. തങ്കു നോക്കി നോക്കി നോക്കി. നോക്കുന്നുണ്ട്. ആ കണ്ണു നോക്കി നോക്കുന്നുണ്ട്. തങ്കു ഫൗളാണ്. കൈ നേരെ പിടിക്കാ. അത് തന്നെ സാധനം. ഇവിടെ അടിക്കുന്ന അടി സ്ട്രോങ് അല്ല, കൊണ്ടാലും അടി സ്ട്രോങ് അല്ലടി. മാറി മാറി അടി. വലിച്ചടിക്കാൻ വലിച്ചടിക്കുക. അടിക്കുവാണെങ്കിൽ വലിച്ചടിക്ക്. വലിച്ചു. ആ കണ്ടോ, വലിച്ചടി. അനു വലിച്ചടിക്ക്. മാറി മാറി അടി. കറങ്ങിയടി, കറങ്ങിയടി. എന്ത് കാണിക്കുന്നേ? കറങ്ങിയടി, കറങ്ങിയടി. ഇപ്പുറത്ത് വാ. ആ, ഓ, താഴെ പോയി. എത്രണ്ണം പൊട്ടിച്ചു? എത്തിയടി. മതി, അരി മതി. അടി തങ്കച്ചാ, തങ്കച്ചാടി. ഓക്കെ. 3 മുട്ട താഴെ ഇട്ടിട്ടുണ്ട്. അല്ല, 4 മുട്ട താഴെ ഇട്ടിട്ടുണ്ട്. ഒരു മുട്ട ശരിക്കും ബുൾസൈ ആക്കി തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു മുട്ടയിലിട്ടിട്ടായിരുന്നു ഇത്ര നേരം അനു കളിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഒരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ തങ്കുവിന്റെ എത്ര മുട്ട? 2 മുട്ട പൊട്ടിച്ചു അല്ലേ? ഒന്ന് താഴെയും പോയി. ഓക്കെ, അപ്പൊ ഇപ്പോ ലീഡ് ചെയ്തോണ്ടിരിക്കുന്ന തങ്കു ആണ്. 2 പോയിന്റ്സ് തങ്കുവിനും 1 പോയിന്റ് അനുവിനും. ഗുഡ് ജോബ്. ഓക്കെ, ഇപ്പോ ടോട്ടൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 8 പോയിന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ആരുടെ ടീമിന്? വിനിച്ചേട്ടന്റെ ടീമിന്. 3 പോയിന്റ്സ് നെൽസൺ ചേട്ടൻ ആൻഡ് ടീം. നെൽസൺ ചേട്ടനെ ഒന്ന് രക്ഷിക്കണം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം. കാരണം നെൽസൺ ചേട്ടൻ ഇല്ല, ഞാൻ ഇനി എന്നെ രക്ഷിക്കാൻ പറ്റില്ല. രക്ഷിക്കണം ചേട്ടാ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ എത്ര പോയിന്റ്സ്? 2, 3 പോയിന്റ്സ്. ഈ ടീമിനാണെങ്കിൽ 8 പോയിന്റ്സ് ഉണ്ട് രക്ഷിക്കാൻ വേണ്ടിട്ട്. ഞാൻ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അഞ്ജന ചേച്ചി വന്നിട്ടുണ്ട്. ഇപ്പുറത്താണെങ്കിൽ പാര വെക്കാൻ ശശു വന്നിട്ടുണ്ട്. എന്താവും സീൻ കൊണ്ടയാവോ ഇപ്പറിയാം. പ്ലീസ്. 3, 2, 1. അങ്ങനെ അടിച്ചോ, അങ്ങനെ അടിച്ചോ, അങ്ങനെ അടിച്ചോ. നീ അടിക്കൂലെന്ന് ശബ്ദം എടുത്തേക്ക് വന്നേക്കാണ്. ഭയങ്കര അടി, ഭയങ്കര അടി, ശക്തി. ഇടി നിർത്തി നിർത്തി ഓരോ അടി അടി.
എഡ്ജിലേക്ക് അങ്ങനെ പ്രോപ്പർട്ടി പോ ഉള്ളിലടിക്കാ. ഓ തോണ്ടി എല്ലാം കളഞ്ഞു. ഈ ഐഡിയ ആര് പറഞ്ഞു തന്നെ? എടാ നീ കളരി പഠിച്ചാണോടാ ഇത്? ഇത്രയും സ്ഥലത്ത് കൊള്ളാതെ ഇതിന് മാത്രം അടി അടിക്കാൻ. അയ്യോ പരിപാടി നിർത്തണേ. എന്റെ കൊച്ചു എനിക്ക് തോന്നുന്നത് കളരി പഠിച്ചിട്ടുണ്ട്. ശശാങ്കം മിണ്ടാതിരിക്കുക. ഒരൊറ്റ മുട്ട കൊള്ളാതെ എല്ലാം തോണ്ടി. അതെ, ഈ ആനയുണ്ടല്ലോ കരിമ്പിൻകാട്ടി കയറാന്ന് അറിയില്ല, എനിക്ക് അങ്ങനെയാണ് ഒരു ഫീല് വന്നേ. എന്താ ഇവിടെ ചെയ്തേ ശശു? അമ്മയും മരിക്കണ പോലെയായിരുന്നു അഞ്ജന ചേച്ചി. അഞ്ജനെ ഈ ഇത് വെച്ചിട്ട് ചുറ്റിക്ക് വെച്ച് തപ്പി നോക്കിയിട്ട് ഡും ഡും രണ്ടടി വീണ്ടും തപ്പി നോക്കിയിട്ട്. അല്ല, അത് ആ ഐഡിയ ആര് പറഞ്ഞു കൊടുത്തെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് 3 മുട്ടയുടെ തൂത്തങ്ങ് വെളി കളഞ്ഞു. ഒരെണ്ണം പൊട്ടിച്ചു, അങ്ങനെ തന്നെ ചമ്മന്തി ആക്കിക്കൊണ്ടിരുന്നു. ഒരെണ്ണം താഴെ, അവിടെ അപ്പുറത്തും വീണു. ഓക്കെ, അപ്പോ നോക്കുമ്പോഴും അതായത് രക്ഷിക്കാൻ പറ്റിയില്ല. ഓൾ ടോട്ടൽ അതായത് ഇവിടെ ഇപ്പം 8 പോയിന്റ് തന്നെ അല്ലേ? ഇവിടെ 4 പോയിന്റ്. പൊന്മുട്ട ഇടുന്ന പൊന്മുട്ട പൊട്ടിക്കുന്ന സ്വർണ്ണ കോഴികളായിരുന്നു. അല്ലല്ല, വെറും കോഴികളായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ജയിച്ചിട്ടുള്ളത് മൊത്തം കോഴികളാണെന്ന് പ്രൂവ് ചെയ്തത് മൊത്തം വിനിച്ചേട്ട ടീമാ. അഭിമാനിക്കും 8 പോയിന്റ്സ് ആണ് വിനിച്ചേട്ട ടീമിന് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് ദിനു, അടിമാലി ആൻഡ്